നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കേന്ദ്രമെന്നും മുഖ്യമന്ത്രി. കോട്ടയത്തും പാമ്പാടിയിലും നവകേരള സദസ്സിന് ജനസഹസ്രങ്ങളുടെ പിന്തുണ. ഈരാറ്റുപേട്ട മേലുകാവിൽ ശബരിമല തീർത്ഥാടകരുടെ മിനി ബസ് അപകടത്തിൽപ്പെട്ടു. ഒരാൾ മരിച്ചു. മരിച്ചത് പോണ്ടിച്ചേരി സ്വദേശി ആർ അറമുഖൻ. കൊയ്ത്തുപാട്ടുയർന്ന് പുതുപ്പള്ളി മണിയാമ്പാടം പാടശേഖരം. തരിച്ചു കിടന്ന പാടത്ത് വിത്തുവിതച്ചു. വിത്തെറിഞ്ഞത് 25 ഏക്കർ സ്ഥലത്ത്. വാർത്തകൾ വിശദമായി. കേരളത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് വിവിധ ഇനങ്ങളിൽ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ള GST കുടിശ്ശികയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരയിൽ പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ടു പോകുമെന്നും അതിന് കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമായതിനാലാണ് കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. കേരളത്തിന് നൽകാനുള്ള 5632 കോടി രൂപയുടെ കേന്ദ്രവിഹിതം നൽകാതെ സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കേന്ദ്രമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 7 വർഷത്തിനിടെ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള GST വിഹിതം ലഭിച്ചിട്ടില്ല. കേരളത്തെ പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നില്ലെന്നും കേരള വിരോധ മനസ് എന്തിനാണ് കോൺഗ്രസിൽ രൂപം കൊള്ളുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാഞ്ഞു. കോട്ടയത്ത് നടന്ന നവകേരള സദസ്സിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാലുടൻ കേരളയിലുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംവരണ വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവാക്കൽ സംസ്ഥാനത്ത് ഉണ്ടാകില്ല. നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ നെൽകർഷകർക്ക് നൽകുന്ന PRS വായ്പാ തുക തുടരുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 7 വർഷം കൊണ്ട് 3 ഇനത്തിൽ കേരളത്തിന് വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, നമ്മുടെ സാധാരണഗതിയിൽ നികുതിയുടെ വിഹിതം നമുക്ക് കിട്ടണം. അതിപ്പോൾ തോന്നിയ പോലെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ മാസം GSTയുടെ വിഹിതം നമുക്ക് കിട്ടേണ്ടത് പെട്ടെന്നൊരു പ്രഖ്യാപനം, നിങ്ങൾക്ക് അത്രക്ക് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അതങ്ങോട്ട് നിഷേധിക്കുകയാണ്. എന്താണ് കണക്ക്? ആരുടെയും മുന്നിൽ കണക്ക് പറയേണ്ടതില്ല. ഇതങ്ങ് തീരുമാനം അറിയിക്കുക മാത്രമേ വേണ്ടൂ. ആ ഒരു നിലയാണ്. ഒന്നും സുതാര്യമായല്ല നടത്തുന്നതെന്ന് അർത്ഥം. ഇതിൻ്റെ എല്ലാം ഭാഗമായി കേരളത്തിന്റെ കയ്യിൽ എത്തിച്ചേരേണ്ട പണത്തിൽ വരുന്ന കുറവ് അത് 1,07,513 കോടിയിൽ പരം രൂപയുടേതാണ്. നിറഞ്ഞ ജനസഞ്ചയമാണ് തിരുനക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ കോട്ടയം നിയോജക മണ്ഡലതല നവകേരള സദസ്സിനെ വരവേറ്റത്. തൃശൂർ കരിന്തലക്കൂട്ടം അവതരിപ്പിച്ച കലാപരിപാടികളോടെയാണ് നവകേരള സദസ്സിന് തുടക്കമായത്. ചെണ്ടമേളവും കരഘോഷവും നിറഞ്ഞ മുദ്രാവാക്യം വിളികളോടും കൂടിയാണ് ജനക്കൂട്ടം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരവേറ്റത്. ജനങ്ങളിൽ നിന്നുള്ള പരാതികൾ സ്വീകരിക്കുന്നതിനായി 25 കൌണ്ടറുകൾ ഒരുക്കിയിരുന്നു. ഭിന്നശേഷിക്കാർ, മുതിർന്നവർ, സ്ത്രീകൾ എന്നിവർക്ക് പ്രത്യേകം കൌണ്ടറുകളായിരുന്നു സജ്ജീകരിച്ചിരുന്നത്. കോട്ടയം മണ്ഡലതല നവകേരള സദസ്സിൽ 4512 നിവേദനങ്ങളാണ് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈരാറ്റുപേട്ടയ്ക്ക് സമീപം മേലുകാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. പോണ്ടിച്ചേരി സ്വദേശി ആർ അറമുഖനാണ് മരിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അയ്യപ്പ ഭക്തൻ മരിച്ചു. പോണ്ടിച്ചേരി സ്വദേശി ആർ അറമുഖനാണ് മരിച്ചത്. മേലുകാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. പോണ്ടിച്ചേരിയിൽ നിന്നും ശബരിമലയിലേക്ക് പോവുകയായിരുന്ന 27 അയ്യപ്പ ഭക്തരാണ് അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്നത്. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡ് ചാലമറ്റത്തിന് സമീപം ബുധനാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മേലുകാവ് SH രഞ്ജിത്ത് ശ്രീനിവാസ്, ഈരാറ്റുപേട്ട ഫയർഫോഴ്സ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിക്കേറ്റവരെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ഗവർണർക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതികരണം സ്വാഭാവികമാണെന്ന് മന്ത്രി ആർ ബിന്ദു. അത് സമചിത്തതയോടെ നേരിടണം. തനിക്കെതിരെ നേരത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായപ്പോൾ ആ രീതിയാണ് അവലംബിച്ചതെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സംഘടനകളുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ജനാധിപത്യപരവും ജനകീയവുമായിട്ടുള്ള സ്വഭാവം സംരക്ഷിച്ചുകൊണ്ട് അവകാശ സമരങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ വളരെ ഗുണാത്മകമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും ഇത്തരം ഈ കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടലുകൾ മെറിറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് കേവലം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായും പ്രതിഷേധത്തിന് ഇടവയ്ക്കും. അപ്പൊ ആ സന്ദർഭത്തിൽ സമചിത്തതയോടെ അതിനെ കാണുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം.
തരിശു കിടന്ന പാടത്ത് ഇനി കതിർനാമ്പുകൾ പൂക്കും. പുതുപ്പള്ളി പഞ്ചായത്തിലെ മണിയാമ്പാടത്ത് വിത്ത് വിതച്ചു. കൃഷിമന്ത്രി പി പ്രസാദ് വിത്ത് വിതച്ചു. ഉമ ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് വിതച്ചത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ ഇനി കൊയ്ത്തുപാട്ടിന്റെ ഈരടികൾ. തരിശായി കിടന്ന 25 ഏക്കർ വരുന്ന മണിയാമ്പാടത്താണ് വിത്ത് വിതച്ചത്. രാവിലെ കൃഷിമന്ത്രി പി പ്രസാദ് വിത്ത് വിതച്ചു. വാർഡ് മെമ്പർ ജിനു എള്ളുകാലായുടെ ശ്രമഫലമായി രൂപീകരിച്ച പാടശേഖര സമിതിയാണ് തരിശായി കിടന്ന പാടത്ത് ഇനി നെൽ വിളയിക്കുക. മണിയാമ്പാടത്തിന് സമീപത്തായി തന്നെയുള്ള 20 ഏക്കർ വരുന്ന കന്നുകുഴി പാടവും വിതയുത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. തൊട്ടടുത്ത 18-ാം വാർഡിലും 20 ഏക്കർ തരിശുപാടത്ത് കൃഷിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. ആകെ 45 ഏക്കർ തരിശുപാടത്താണ് നെൽ വിളയിക്കുന്നതെന്ന് ജിനു എള്ളുകാലായിൽ പറഞ്ഞു. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിലാണ് മണിയാമ്പാടം. ഇത് ഏകദേശം ഒരു 25 ഏക്കറോളം വരും. ഇതിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് കന്നുകുഴിപ്പാടം. അതൊരു 20 ഏക്കറോളം വരും. മൊത്തം നമ്മളിപ്പോൾ ഒരു 45 ഏക്കറാണ് കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്തൊരു ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നമ്മളൊരു 25 ഏക്കർ ഇപ്പം കൃഷിക്കായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു 18-ാം വാർഡിൽ ഒരു 20 ഏക്കറോടെ. അപ്പോൾ നിലവിൽ നമ്മളിവിടെ ഒരു മണിയാമ്പാടം പാടശേഖര സമിതി രൂപീകരിച്ചാണ് നമ്മളിപ്പോൾ ഈ കൃഷി ഇന്നിപ്പോൾ വിത ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർമാരെ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മെമ്പർമാരെ, എല്ലാവരും ഉദ്യോഗസ്ഥരെ എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തോടു കൂടിയാണ് ഇന്നിവിടെ ഈ വിത ഉദ്ഘാടനം നല്ല രീതിയിൽ ഇവിടെ നടന്നിരിക്കുന്നത്. വിതയുത്സവത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ശാന്തമ്മ തോമസ്, വാർഡ് അംഗങ്ങളായ CM സുധൻ, അഖിൽ M നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ M ചാണ്ടി, CPM ഏരിയ സെക്രട്ടറി സുഭാഷ് P വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു, CPM ലോക്കൽ സെക്രട്ടറി ജോൺ ബേബി, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ എരുമേലിയിൽ സന്ദർശനം നടത്തി. തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് സന്ദർശനം. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLAയും മന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. ആനിക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ KG സെക്ഷൻ കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. സ്കൂൾ HM സതി S ശങ്കർ കുട്ടികൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. തുടർന്ന് കുരുന്നുകളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംഘടിപ്പിക്കുന്ന നമുക്ക് പഠിക്കാം നന്മയുടെ പാഠം സൗഹൃദ കൂട്ടായ്മ 2023 ഈ മാസം 16-ന് മന്ദിരം UP സ്കൂൾ ഹാളിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 2-ന് നടക്കുന്ന പരിപാടിയിൽ പ്രതിഭാ സംഗമം പള്ളിക്കത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു ഉദ്ഘാടനം ചെയ്യും. വിജയപുരം കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ HST കെമിസ്ട്രി വിഷയത്തിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് നേരിട്ട് സ്ഥിര നിയമനം നടത്തുന്നതിന് ഭിന്നശേഷി വിഭാഗത്തിലെ കാഴ്ച പരിമിതരുടെ അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യതയുള്ളവർ സർട്ടിഫിക്കറ്റുകൾ, ജോബ് ഓറിയന്റഡ് ഫിസിക്കൽ ഫംഗ്ഷനാലിറ്റി സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയുമായി ജനുവരി 20-ന് 10-ന് കോർപ്പറേറ്റ് ഓഫീസിലെത്തണം. ഫോൺ 9497 709609. ചെത്ത് തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കൾ ജനുവരി 1 മുതൽ ഫെബ്രുവരി 29 വരെ കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണം. മാസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ അറിയിച്ചു. കുടുംബ സ്വാതന്ത്ര്യ പെൻഷൻ ഗുണഭോക്താക്കൾ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതോടൊപ്പം 60 വയസ്സ് പൂർത്തിയാക്കാത്തവർ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. റബ്ബർ പാലിന്റെ ഉണക്കത്തൂക്കം നിർണ്ണയിക്കുന്നതിൽ റബ്ബർ ബോർഡ് 27 മുതൽ 29 വരെ ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തും. രജിസ്ട്രേഷന് 048123533127. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കേന്ദ്രമെന്നും മുഖ്യമന്ത്രി. കോട്ടയത്തും പാമ്പാടിയിലും നവകേരള സദസ്സിന് ജനസഹസ്രങ്ങളുടെ പിന്തുണ. ഈരാറ്റുപേട്ട മേലുകാവിൽ ശബരിമല തീർത്ഥാടകരുടെ മിനി ബസ് അപകടത്തിൽപ്പെട്ടു. ഒരാൾ മരിച്ചു. മരിച്ചത് പോണ്ടിച്ചേരി സ്വദേശി R അറമുഖൻ. കൊയ്ത്തുപാട്ടുയർന്ന് പുതുപ്പള്ളി മണിയാമ്പാടം പാടശേഖരം. തരിശു കിടന്ന പാടത്ത് വിത്ത് വിതച്ചു. വിത്തെറിഞ്ഞത് 25 ഏക്കർ സ്ഥലത്ത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.